കേശുവാണ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരും മുന്നിൽ നിൽക്കില്ല. എന്താടാ കേശു ഇവിടെ സെന്റ് അടിച്ച് ഇവിടെ കയറിയിരിക്കണ? டே கேசு, எங்கிட்ட ஒரு 2500 ரூபாய் இருக்கு. அது வேணா நான் உனக்கு தரேன்டா. അതങ്ങ് വാങ്ങിക്കേട്ടാ. ഈച്ച് പോവാച്ചേ അവിടുന്ന്. എനിക്ക് വേണ്ടത് 20,000 രൂപയാണ്. 2500 രൂപയൊന്നും മരുന്നിന് പോലും തികയില്ല. വാ എന്താ വാ, എന്താണ് ഒരു ആൾക്കൂട്ടം? കേശുവേട്ടൻ വിഷമിച്ച് കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്ന കണ്ടാ? കണ്ണ് കലങ്ങിയിരിക്കുന്ന ഇനി ഇങ്ങനെ പല നമ്പറും കാണണ്ട വരും. ചേച്ചി എന്താ ചേച്ചി പറയണേ? ഞാൻ ചേച്ചിയുടെ എന്തൊരു നമ്പർ കാണിക്കാൻ വന്നതാണ്. നിങ്ങൾ എല്ലാവരും ചുമ്മാ എന്റെ തലയിൽ കയറാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. ആരും കേശുവേട്ടൻ കുറ്റം പറയാതെ. പാവം കേശുവേട്ടൻ. കനകം, നീ കട്ടൻ ചായ കൊണ്ട് കൊടുത്തിട്ട് എളുപ്പം വരാന്ന് പറഞ്ഞിട്ട് അടുക്കളന്ന് പോരുന്നേ? ஆமாம்மா, கேசு ஆனா இந்த சாய குடிக்கலம்மா, அதனால பேசிட்டு அப்படி நின்ன. അല്ല, ഇതെന്ത് എല്ലാരും കൂടി എവര് വട്ടം കൂടി ഇരിക്കുന്നേ? കേശുമോൻ ഇവിടെ കരഞ്ഞ് വിഷമിച്ച് അവശനായിരിക്കുന്നു. അതെ, ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാരും പോയി സ്വന്തം കാര്യങ്ങൾ നോക്കൂ. എനിക്ക് വയ്യ, എനിക്കൊരു സമാധാനം എന്താ? എടാ കേശു, നിനക്ക് എന്തിനാണ് 20,000 രൂപ? ഒരു അത്യാവശ്യത്തെ കാര്യത്തിനാണ്. എന്താണ് കേശു പൈസ ഒക്കെ മറക്കണേ? എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ആ ഉണ്ട്, ഞാൻ മെർലിനെ വിളിച്ചോണ്ട് വരാൻ പോണു. കേശു, അല്ല പിന്നെ അമ്മൂമ്മ, ഞാൻ എന്തിനു പറയണം ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിച്ചു കഴിഞ്ഞാ? கேசு, வந்து ஏதா சாப்பிடுறா. എനിക്കൊന്നും വേണ്ട. എനിക്ക് കേശുവേട്ടാ പോയി കഴിച്ചോട്ട് വാ, എന്നിട്ട് പിന്നെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അതെ, കേശു പോയി കഴിക്ക്. നീ കഴിച്ചു വരുമ്പോഴത്തേക്കും പാറു 20,000 എടുത്ത് കൈ വെച്ച് തരും. ഇല്ലേ പാറു? എന്തായാലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കേശുവേട്ടന് കൊടുത്തേരാം. ഇവിടെ ചിലവരുണ്ടല്ലോ. അതാണ് നീ എന്നെ നോക്കി പറയണേ? ചുമ്മാ പറഞ്ഞപ്പോ ഒന്ന് നോക്കിയതാണേ. കേശുവേ, എന്റെ കയ്യിൽ 2,000 ഇരിപ്പുണ്ട്. ഇത്തിരി അത്യാവശ്യത്തിന് വെച്ചിരുന്നതാണ്. ഇനിയിപ്പോ നീ എടുത്തോ. മേടിക്ക് മേടിക്ക് മേടിക്ക്. പോടെ അവിടുന്ന്. 2,000 രൂപ ഒന്നുമില്ല, എനിക്ക് 20,000 രൂപ വേണം. ചേട്ടാ, കനയാന്റിയുടെ കയ്യില് 2,500 രൂപ, ശിവചേച്ചിയുടെ കയ്യില് 2,000 രൂപ. അപ്പൊ എത്രയായി? എത്രയായി? അതല്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ചേ, എത്രയായി? നീ പറ, എത്രയായി? എനിക്കറിയാമെങ്കിൽ ഞാൻ അങ്ങ് പറയൂലേ. എങ്ങനെ അറിയാനാ? പഠിക്കാൻ വിളിക്കുമ്പോഴേ പഠിക്കാൻ വരണം. ഇത് തെക്കോട്ടും വടക്കോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. മൂത്തവന് ചീത്ത പറയാനും കുറ്റം പറയാനൊക്കെ നല്ല നാക്കുണ്ടല്ലോ. കണക്കറിയാൻ പാടില്ലേ? ഇവിടെ എന്തായാലും കണക്ക് കൊടുപ്പിക്കണ? എല്ലാരും ഒന്ന് പോവോ? ആന്റി ഒന്ന് പറഞ്ഞാ 4,500 ரூபாய் ஆச்சு. അതുപോലെ ചേച്ചി പോടി. 20,000 4,500 തമ്മിൽ തിരിച്ചറിയാത്തോളെ. കേശുമോനെ, നിനക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ അമ്മൂമ്മ ഒരു വള തരാൻ പണയമൊക്കെ. ആ തന്ന വള തിരിച്ച് ആരെടുത്ത് തരണം? നിന്റെ ലച്ചു ചേച്ചി എടുത്തു തരും. പിന്നെ ലജ്ജ ചേച്ചി ഇരിക്കുകയാണല്ലോ പൈസ. അമ്മൂമ്മേ, ആവശ്യമില്ലാതെ ഈ കുഴിയിൽ എന്നെ ചാടിക്കാൻ നോക്കണ്ട. ഞാൻ പോകും. അല്ല, പൈസയുടെ കാര്യക്കാണ് നിക്കിട്ട്. എന്തിനാണ് പൈസ? അത് പറ. പൈസ പൈസ എനിക്ക് സ്വർണം മേടിക്കാനടി. സ്വർണം മേടിക്കേ. അവനെന്തിനാ സ്വർണം? എന്തിനു മുമ്മ? എനിക്കറിഞ്ഞൂടാ. നിനക്കും കണ്ടറിയോ? എനിക്കറിഞ്ഞൂടാ. സ്വർണ്ണോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.